വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ. നമുക്ക് ഇന്ന് ടെൻ ഹാഗിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഓൺലൈൻ ഫാൻ ബേസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം സ്പ്ലിറ്റ് ആണ്. ഇപ്പോൾ കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ കുറേ അധികം ആൾക്കാർ ടെൻ ഹാഗിന് സമയം കൊടുക്കണം എന്ന് പറയുന്നവരുണ്ട്. അതേസമയം തന്നെ ടെൻ ഹാഗിന് സമയം കൊടുക്കണ്ട, അദ്ദേഹത്തിനെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ആദ്യം പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ ഫാൻ ബേസിൻ്റെ വലിയൊരു സെക്ഷൻ, എസ്പെഷ്യലി മാർക്ക് ഗോൾഡ് ബ്രിഡ്ജിനെ പോലുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വളരെ പ്രോ ടെൻ ഹാഗ് ആണ്. അപ്പോൾ ചില ആൾക്കാർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോൾഡ് ബ്രിഡ്ജിനും ആൾക്കാർക്കൊക്കെ ആക്സസ് കൊടുത്തിട്ടുണ്ട് ക്ലബിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഭയങ്കര പ്രോ ക്ലബിന് അനുകൂലമായിട്ടുള്ള രീതിയിലാണ് ന്യൂസും വാർത്തകളൊക്കെ വിടുന്നത് എന്നുള്ള തരത്തിലൊക്കെയാണ് പറയുന്നത്. അതേസമയം തന്നെ ടെൻ ഹാഗിനെ എതിർക്കുന്ന ആൾക്കാർ എസ്പെഷ്യലി എടുത്തു പറയുന്ന കാര്യം ടാക്ടിക്കൽ സൈഡും ടീമിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലായ്മയും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഏത് സൈഡിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യം പറഞ്ഞാൽ ശരിക്കും ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഞാൻ ഏത് ടെൻ ഹാഗ് ഇന്നാണോ ടെൻ ഹാഗ് ഔട്ടാണോ എനിക്കറിയില്ല. ഞാൻ കംപ്ലീറ്റ്ലി അത് മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ പുതുതായിട്ട് വന്ന ആൾക്കാരുടെ തീരുമാനത്തിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഡിസൈഡ് ചെയ്യുകയാണ് ടെൻ ഹാഗിന് ചാൻസ് കൊടുക്കാം എന്ന് ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, നമുക്കെന്താ നടക്കാൻ പോണേന്ന് നോക്കാം. അതല്ല അവർ മാറ്റി വേറൊരാളെ കൊണ്ടുവരാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഓക്കെ, ദാറ്റ്സ് ഫൈൻ വിത്ത് മീ. അങ്ങനെ ഒരു രീതിയിലാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റൈൽ ഓഫ് പ്ലേനെ കുറിച്ച് പറയണം. ഭയങ്കര ഹൊറിബിൾ സ്റ്റൈൽ ഓഫ് പ്ലേ ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഫുൾഹാമായിട്ടുള്ള മത്സരത്തിൽ ഞാനതങ്ങനെ ഭയങ്കര ബോറ് കളിയായ കാരണം അത്ര ശ്രദ്ധിച്ചിരുന്നല്ല കണ്ടത്. പക്ഷേ മത്സര ശേഷം വന്ന അനാലിസിസും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു 3 മിനിറ്റിൻ്റെ ഒരു വീഡിയോ വന്നിരുന്നു. എങ്ങനെയാണ് ഫുൾഹാം നമ്മളെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ട്രാൻസിഷനൊക്കെ നമ്മൾ തടയുന്ന രീതി, അല്ലെങ്കിൽ അവർ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ബോൾ എടുത്തിട്ട് പോകുന്ന രീതി, നമ്മുടെ പ്ലേയേഴ്സ് വരുന്ന മിസ് പാസ്, ഇതിനെക്കുറിച്ചൊക്കെ ആ വീഡിയോയിൽ കാണാം. ഈ ബോബി ഫസ്റ്റ് ഹാഫിൽ ഈ ബോബിക്ക് കിട്ടിയ 2 ചാൻസുകളൊക്കെ പോയ രീതി കണ്ടാൽ മതി. 2-3 പാസിൽ ഫുൾഹാമിൻ്റെ ഡിഫൻസിൽ നിന്ന് നമ്മുടെ ഡിഫൻസിലേക്ക് എത്താണ് ചടപടാന്നുള്ള നേരം കൊണ്ട്. അതും ആ സമയത്ത് 1-2 ഡിഫൻഡേഴ്സ് നമുക്കുള്ളൂ എന്നുള്ളതാണ് ആ സമയം അവിടെ ഡിഫെൻഡ് ചെയ്യാനായിട്ടും. അപ്പോൾ അത്രയും ഈസി ആയിട്ട് നമ്മൾ അവർക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ജെയ്മി കാരഗർ സ്കൈ സ്പോർട്സിൻ്റെ അനാലിസിസിൽ സ്പേസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ അന്ന് ആ മത്സരത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പുള്ളിക്കാരൻ കാണിച്ചിരുന്നു. അപ്പോൾ ഇത് വേറെ നമ്മുടെ ഫാൻസും എടുത്തു പറയുന്നൊരു കാര്യമാണ്. നമ്മുടെ മത്സരങ്ങളിലേക്ക് വരുമ്പോൾ ഒത്തിരി അധികം സ്പേസാണ് ഒപ്പോസിഷൻ ടീമിനുള്ളതെന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾഹാമിന് അല്ലെങ്കിൽ ഫുൾഹാമിൻ്റെ സ്ഥാനത്ത് മാൻ സിറ്റി അങ്ങനെ എന്തെങ്കിലും ടീമായിരുന്നെങ്കിൽ സുഖമായിട്ടും 6-7 ഗോൾ അടിക്കായിരുന്നു. അപ്പോൾ അങ്ങനെ രീതിയിലുള്ള ടാക്ടിക്സാണ് പലപ്പോഴും ടെൻ ഹാഗ് മത്സരങ്ങളിലേക്ക് വരുമ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇത് ശരിക്കും ബിഎൽസ ടാക്ടിക്സ് എന്ന് പറയാം. അപ്പോൾ ബിഎൽസ ടാക്ടിക്സിനകത്ത് പിന്നെ ബിഎൽസയുടെ ടീം അറ്റാക്കിങ്ങിലും ചെയ്യാൻ ശ്രമിക്കുന്നത്. നമുക്ക് അറ്റാക്ക് ഇല്ല, ഡിഫൻസ് ഇല്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. പ്ലെയേഴ്സൊക്കെ ചുമ്മാ ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നു. ഇപ്പോൾ കസമീറയുടെ കാര്യം പറയാം, കസമീറ ചുമ്മാ എടുത്ത് ചാടുന്നു. അത് കംപ്ലീറ്റ്ലി കസമീറയുടെ കുറ്റമല്ല, അത് നമ്മുടെ ടാക്ടിക്കലി നമ്മുടെ ടീം സെറ്റപ്പ് ചെയ്തതിൻ്റെ കുഴപ്പമാണെന്ന് വെച്ചാൽ പെട്ടെന്നൊരു കൗണ്ടർ വരുമ്പോൾ കസമീറൊക്കെ എടുത്ത് ചാടാതെ രക്ഷയില്ല. അതുപോലെ തന്നെ ബ്രൂണോയുടെ കയ്യിൽ നിന്ന് പോകുന്ന പന്തുകൾ, അതുപോലെ നമുക്ക് ബോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ, എസ്പെഷ്യലി നമ്മുടെ വിങ്ങേഴ്സിലേക്ക് വരുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് നമ്മുടെ പ്ലെയേഴ്സിന് ഫുട്ബോളിങ് ഐക്യു, ഇതെല്ലാം വിഷയങ്ങളാണ്. ഇതിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ ടെൻ ഹാഗിനെ മാറ്റി നാഗൽസ്മാനെ കൊണ്ടുവരുന്ന കാര്യമൊക്കെ നമ്മുടെ ചില ഓൺലൈൻ ടാക്ടിക്കോസൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവരത് വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടെൻ ഹാഗിനെ യുണൈറ്റഡ് എടുക്കാൻ കാരണം നമ്മുടെ ഓൺലൈൻ ടാക്ടിക്കോസ് തന്നെയാണ്, അല്ലെങ്കിൽ ഓൺലൈൻ ഫാൻ ബേസിൻ്റെ പവർ കൊണ്ടാണ് ടെൻ ഹാഗിനെ അപ്പോയിൻറ്റ് ചെയ്തത് തന്നെ. അവർക്ക് ശരിക്കും പറഞ്ഞാൽ താല്പര്യം പോച്ചറ്റീനോനെയായിരുന്നു. പോച്ചറ്റീനോ വരായിരുന്നു ഒരു കണക്കിന് ഭാഗ്യം എന്ന് പറയാം. പോച്ചറ്റീനോക്കാളും ടെൻ ഹാഗ് ആണെന്ന് തന്നെ പറയാം. അപ്പോൾ എന്തായാലും ടെൻ ഹാഗ് വരാനുള്ള വലിയൊരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഓൺലൈൻ ഫാൻ ബേസ് ആയിരുന്നു. നമ്മുടെ ക്ലബിന് കാര്യമായിട്ടുള്ള വിഷനോ അതിനുള്ള ഇതിനൊന്നും ഇല്ലാത്ത കാരണം മിക്കപ്പോഴും നമ്മുടെ ഓൺലൈൻ ഫാൻസ് പറയുന്നത് നോക്കിയിട്ടാണ് അവർ പലപ്പോഴും സൈനിങ്സ് നടത്തുന്നതും അതുപോലെ തന്നെ മാനേജറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതൊക്കെ. ടെൻ ഹാഗിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു ടെൻ ഹാഗിൻ്റെ പേരിൽ. കാരണം അയാക്സിൽ അദ്ദേഹം നല്ല ഫുട്ബോൾ കളിപ്പിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ ക്ലിപ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടാണ്. പക്ഷെ അതിൻ്റെ യാതൊരു രീതിയിലുള്ള ഒരു സാധനം നമുക്ക് ഈ 2 കൊല്ലത്തിനിടയ്ക്ക് കൂടെ കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ്. 2 കൊല്ലം അദ്ദേഹം വന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാളും നമ്മൾ മോശമായേക്കുമല്ലേ. നമ്മുടെ ഫുട്ബോളിങ്ങിൽ സൈഡിലേക്ക് വരുമ്പോൾ യാതൊരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല. ഇപ്പോൾ ഒരു എക്സ്ക്യൂസായിട്ട് പറയാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇഞ്ചുറീസ് ഉണ്ട്, നമുക്ക് ഒത്തിരി കൊട്ടക്കണക്കിന് ഇഞ്ചുറീസ് ഉണ്ട്. പക്ഷേ ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ പോലും കുറേ താരങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ. ഇവരെ വെച്ച് എന്തെങ്കിലും ഒരു കോർഡിനേഷനും സംഭവങ്ങളും കാണണ്ടേ. ഇതങ്ങനെയൊന്നുമില്ല. നമ്മളിത് എന്താണ് മാനേജർ ഉദ്ദേശിക്കുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എനിവേ ടെൻ ഹാഗ് പോയി. ഈ പറയുന്ന പോലെ ടാക്ടിക്കോസിൻ്റെ അഭിപ്രായത്തിലുള്ള നാഗൽസ്മാൻ വന്നു കഴിഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോണില്ല. കാരണം ടീം വീണ്ടും മോശമായിട്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ
ഒത്തിരി ആൾക്കാർ പറഞ്ഞു വിടുന്ന കാര്യമൊക്കെ ന്യൂസുകളൊക്കെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അതിനകത്ത് 1-2 ലിസ്റ്റിലുള്ള ആൾക്കാർ വരാനും കസമീറും ഒക്കെയാണ്. അതുപോലെ വേറെ കുറേ ആൾക്കാരുടെ ഫ്രഞ്ച് പ്ലേയേഴ്സിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും ആരും ബ്രൂണോനെ റാഷ്ഫോർഡിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. ഈ ബ്രൂണോയും റാഷ്ഫോർഡിനെയും വെച്ചിട്ട് ഏത് മാനേജർ വന്നാലും ഒരു മാറ്റം സംഭവിക്കാൻ പോകില്ല. അല്ലെങ്കിൽ അവരുടേതായ അവർക്കൊരു സ്റ്റൈലുണ്ട്. ആ സംഭവം വെച്ചിട്ട് വിട്ടിട്ടൊരു കളിയില്ല. അവരെന്തെങ്കിലും അവരുടേതായിട്ടുള്ള ഹീറോയിസം കാണിക്കും. ഇപ്പോൾ റാഷ്ഫോർഡ് ആണെങ്കിൽ 1-2 പേരെ ടേക്ക് ഓൺ ചെയ്യാൻ നോക്കും, ബോൾ കയ്യിൽ നിന്ന് പോകും, ട്രാക്ക് ബാക്ക് ചെയ്യില്ല, ചുമ്മാ കൈ വയ്ക്കിക്കൊണ്ട് നിൽക്കും. അങ്ങനെ പിന്നെ റാഷ്ഫോർഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വാർത്ത വരും. ഇപ്പോൾ ഇന്ന് തന്നെ വാർത്ത വന്ന റാഷ്ഫോർഡും അതുപോലെ തന്നെ ടെൻ ഹാഗും തമ്മിൽ നല്ല ബന്ധമല്ല എന്നുള്ള തരത്തിൽ വാർത്ത വന്നിരുന്നു. അപ്പോൾ അങ്ങനെ മൊത്തം ഒരു ഡ്രാമയാണ്. ഈ ഡ്രാമ ക്യൂൻസാണ് നമ്മുടെ ക്ലബിലുള്ളത്. ഇത് ഫിക്സ് ആക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ തലവേദന പിടിച്ച പ്രോസസ്സാണ്. അപ്പോൾ എന്തായാലും പണി അറിയാവുന്ന കുറച്ച് ആൾക്കാർ ക്ലബിലേക്ക് തലപ്പത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളൊരു ഒറ്റൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. അല്ലാണ്ട് ഈ സീസണൊക്കെ എഴുതി തള്ളിയതാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ടിടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.